നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. +2 സയൻസ് പഠിച്ചവർക്കുള്ള ചില അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ബയോളജി പഠിച്ചവർക്കുള്ള ചില അവസരങ്ങൾ. ഈ നീറ്റ് പോലെയുള്ള എക്സാമിനേഷൻ നല്ല സ്കോർ നേടി MBBS പോലെയുള്ള അവസരങ്ങൾ കാത്തിരുന്നിട്ടും അത് നേടാൻ കഴിയാത്തവർക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലാൻ ബി എന്ന നിലയിലൊക്കെ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു നല്ല മേഖലയാണ് അഗ്രികൾച്ചർ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഈ മേഖലയിലെ BSc അഗ്രികൾച്ചർ, BTech അഗ്രികൾച്ചർ പോലെയുള്ള കോഴ്സുകൾ. അപ്പോൾ ഇതിന് ഏതൊക്കെയാണ് മികച്ച സ്ഥാപനങ്ങൾ, എങ്ങനെ അഡ്മിഷൻ നേടാം, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അടുത്ത കാലത്ത് വന്ന ചില മാറ്റങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ചില മാറ്റങ്ങൾ, അതിനുവേണ്ട എൻട്രൻസുകൾ എന്തൊക്കെ, എങ്ങനെ അഗ്രികൾച്ചർ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്പെസിഫിക്കലി നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഈ മേഖലയിലെ ഒരു എക്സ്പേർട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതേപോലെയുള്ള കരിയർ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അഗ്രികൾച്ചർ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പെർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, ഡോക്ടർ ഐസക് തോമസ്. അദ്ദേഹം ഈ കരിയർ ഡിസിഷൻ മേക്കിംഗ് ആ ഒരു സബ്ജക്റ്റിൽ തന്നെയാണ് PhD ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരിയർ ഗൈഡൻസ് മേഖലയിൽ നന്നായിട്ട് നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അത് നിങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് കോൺടാക്ട് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ നൽകിയേക്കാം. അദ്ദേഹത്തിന് വാട്സാപ്പ് ചെയ്യുവാണെങ്കിൽ ഈ മേഖലയിലെ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പം ഐസക് സാർ, വെൽക്കം ടു കരിയർ പാത്വേ. നമസ്കാരം. ഓക്കെ സാർ, അപ്പം നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഈ അഗ്രികൾച്ചർ മേഖലയിലെ അവസരങ്ങൾ, അത് പഠന അവസരങ്ങൾ, ജോലി അവസരങ്ങൾ, എങ്ങനെ അതിലേക്ക് എത്താം, ആ കാര്യങ്ങളൊക്കെയാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സാറിനോടൊരു ചോദ്യം ചോദിക്കാം. ഈ അഗ്രികൾച്ചർ അത് BScയോ BTechോ ഇതൊക്കെ പഠിക്കുന്നതുകൊണ്ട് ഒരു സ്കോപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അത് സ്കോപ്പ്, അതൊന്ന് സൂചിപ്പിക്കാം. സർ, തീർച്ചയായും അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കുട്ടികൾ പഠിക്കുന്ന വിവിധ വിഷയങ്ങളിലെ ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ ഒരു വിഷയമാണ്. കാരണം മനുഷ്യ ചരിത്രം എങ്ങെടുത്താൽ അഗ്രികൾച്ചർ മനുഷ്യന്റെ ആദ്യത്തെ കൾച്ചറാണ്. അത് ഇന്നും എന്നും എക്കാലവും വളരെ പ്രസക്തവും നാളെ നമ്മുടെ മനുഷ്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കേണ്ട ഒരു വിഷയമാണ്. ഈ വിഷയം പഠിക്കേണ്ടവര് വളരെ മിടുക്കരും സമർത്ഥരുമായ കുട്ടികളാണ്. കാരണം സമൂഹത്തിൽ കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷനാണ് സമൂഹത്തിലെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒക്കെ എടുത്തു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യത്തിലെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ തന്നെയാണ്. അതിന് പകരം മറ്റൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അങ്ങനെ നോക്കുമ്പോൾ അഗ്രികൾച്ചർ പഠിക്കേണ്ടതും അത് പഠിപ്പിക്കേണ്ടതിൻ്റെയും പ്രസക്തി വളരെയേറെ ഇന്ന് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ചിലത് കിട്ടാതെ വരുമ്പം സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് അഗ്രികൾച്ചർ എടുക്കുന്ന ഒരു രീതിയുണ്ട്. ഏറ്റവും മിടുക്കര് തന്നെയാണോ അതിലേക്ക് വരുന്നത്? പോയിട്ട് MBBS ഒന്നും കിട്ടാതെ വരുമ്പോൾ അഗ്രികൾച്ചറിലേക്ക് പോകുന്നതാണ് പൊതുവെ കാണുന്നത്, അല്ലെ? പക്ഷെ ശ്രമിക്കുന്നത് റിയൽ ഇൻട്രസ്റ്റോടെ തന്നെ ഈ മേഖലയിലേക്ക് എത്തുക എന്നാണ് പറയുന്നത്, അല്ലെ? കാരണം ഇതിന്റെ വളർച്ചയും വികാസവും നമുക്ക് പ്രവചിക്കാൻ ആവാത്തതിനപ്പുറമാണ്. കാരണം അഗ്രികൾച്ചറിൽ നിന്നും പ്രൊഡക്ഷൻ വന്ന് ഇൻഡസ്ട്രിയിൽ നിന്നും ഇപ്പം വന്നിട്ട് നിൽക്കുന്ന എവിടെയാണ്? ഫുഡ് ഇൻഡസ്ട്രി, ഫുഡ് ടെക്നോളജിയുടെ അഡ്വാൻസോടുകൂടി ഫുഡ് ടെക്നോളജി, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉണ്ടാകും തോറും നമുക്കിവിടെ ആളുകളുടെ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡ് സഫിഷ്യൻസി വേണം. അത് ഇവിടെ സപ്ലൈ ചെയ്യണമെങ്കിൽ അഗ്രികൾച്ചർ അത്ര കണ്ട് ഇവിടെ പ്രൊമോട്ട് ചെയ്യണം, പരിപാലിക്കണം, അതിന്റെ ഗവേഷണ മേഖലകൾ അഭിവൃദ്ധിപ്പെടണം എന്നുള്ളതാണ്. ഓക്കെ, ഈ കാർഷിക വിപ്ലവത്തിനൊക്കെ ഒരു ഇടയാക്കിയ ഒരു മനുഷ്യൻ ഡോക്ടർ സ്വാമിനാഥനെ പോലെയുള്ള ഒരു മലയാളിയാണ് എന്ന് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് പറയാനും അഭിമാനിക്കാവുന്ന കാര്യമാണ്, വളരെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് വന്നാൽ നമ്മുടെ നാട്ടിൽ ഏതൊക്കെ കോഴ്സുകളാണ് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് ലഭ്യമായിരിക്കുന്നത്, അതൊന്ന് ആദ്യം സൂചിപ്പിക്കാമോ? സാറ് ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മേഖലയിൽ നമുക്ക് ജനറലി കിട്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്ന് പറയുന്നത് BSc ഓണേഴ്സ് അഗ്രികൾച്ചറും അതേപോലെ BTech
അഗ്രികൾച്ചറുമാണ്. അതുകൂടാതെ തന്നെ അഗ്രികൾച്ചർ അലീഡ് ആയിട്ടുള്ള പല മേഖലകളുണ്ട്. അതിൻ്റെ സ്പെഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട് പിന്നെ വീണ്ടും പോകുന്ന മേഖലകളുണ്ട്. പ്രധാനമായും അഗ്രികൾച്ചർ അനുബന്ധമായിട്ട് നമുക്ക് പറയാവുന്ന ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ് ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ പോലെയുള്ള BSc പ്രോഗ്രാമുകൾ. ഫോറസ്ട്രി ഫോറസ്ട്രി, യെസ്, Yes. ഫോറസ്ട്രി, പിന്നെ ഡയറി സയൻസ്, ഓക്കെ അങ്ങനെ വിവിധങ്ങളായ കോഴ്സുകൾ ഓക്കെ ഏറെ നമ്മുടെ ഉണ്ട് ഈ എന്നുള്ളതാണ്. ഈ BSc അഗ്രികൾച്ചർ എടുക്കുവാണെങ്കിൽ നമുക്ക് കേരളത്തിൽ ഏതൊക്കെയാണ് ഒരു 3-4 സ്ഥാപനങ്ങളാണുള്ളത്, അത് എവിടെയൊക്കെയാണ് എന്നൊന്ന് സൂചിപ്പിക്കാം. കേരളത്തിൽ നമുക്ക് അഗ്രികൾച്ചറിന് തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നുള്ളതാണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ദാറ്റ് ഈസ് ഇൻ മണ്ണുത്തി. നമുക്കിവിടെ തൃശ്ശൂരാണത്. ഓക്കെ ഈ തൃശ്ശൂരുള്ള ഈ വലിയ യൂണിവേഴ്സിറ്റി നമുക്ക് സയൻസ് യൂണിവേഴ്സിറ്റി കുസാറ്റ് ഉള്ള പോലെ തന്നെ അഗ്രികൾച്ചറിന് തന്നെയുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, റിസർച്ച് ഈ മേഖലകളിലെല്ലാം പഠിക്കാനും ഉന്നതമായ നിലയിൽ തൊഴിൽ കൊടുക്കാനും കഴിയുന്ന തരത്തിൽ കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിക്ക് 4 പ്രധാനപ്പെട്ട സെന്ററുകളാണ് കേരളത്തിലുള്ളത്. 4 ജില്ലകളിലായിട്ടാണ് അത് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തൃശ്ശൂരാണ് അതിൻ്റെ ഈറ്റില്ലം. അവിടെ വിവിധങ്ങളായ കോഴ്സുകളും രണ്ട് ക്യാമ്പസുകളിലായിട്ട് ആ യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നു. അതുകൂടാതെ നമുക്ക് കാസർഗോഡ് കാഞ്ഞങ്ങാടിന് അടുത്ത് പടന്നക്കാടും, അതുപോലെ തന്നെ വളരെ അഗ്രികൾച്ചർ കോഴ്സ് മാത്രമല്ല വിവിധങ്ങളായ ആനിമൽ ഹസ്ബൻഡറി കോഴ്സുകളുമായി വിപുലമായ രീതിയിൽ വയനാട് പൂക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിന്റെ മറ്റൊരു ബ്രാഞ്ച് നിൽക്കുന്നു. അത് തന്നെ ഒരു യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്നു. മറ്റൊന്ന് നമുക്കിവിടെ ഉള്ളത് തൃശ്ശൂരാണ്. സാറ് സൂചിപ്പിച്ചു തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം വെള്ളായണിയിലും നമുക്ക് അഗ്രികൾച്ചർ കോളേജ് യൂണിവേഴ്സിറ്റി ഉണ്ട്. കൂടാതെ വിവിധങ്ങളായ കോളേജുകളുണ്ട്. മലപ്പുറത്ത് നമുക്ക് തവനൂരിൽ നമ്മുടെ കേളപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ്. അവിടെ എഞ്ചിനീയറിംഗ് മേഖല, ബിടെക് അഗ്രികൾച്ചറും ഉണ്ട്. ഫുഡ് ടെക്നോളജിയിൽ നമുക്ക് അവിടെ എൻട്രൻസ് എഴുതി കീമു വഴി അഡ്മിഷൻ കിട്ടാൻ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തവനൂരിൽ മലപ്പുറത്തുണ്ട്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടുവാനായിട്ട് അതെങ്ങനെയാണ് കീമിൽ അപ്ലൈ ചെയ്യണം, ആ കാര്യങ്ങൾ സാർ ഒന്ന് സൂചിപ്പിക്കാം. തീർച്ചയായിട്ടും. ഇത് ഞാൻ പറഞ്ഞല്ലോ, മിടുക്കരും സമർത്ഥരുമായ കുട്ടികൾ കടന്നു ചെല്ലേണ്ടതായതിനാൽ എൻട്രൻസ് എക്സാമിലൂടെയാണ് നമുക്ക് എൻട്രി എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകൾ മാൻഡേറ്ററി ആയിട്ട് എടുത്ത് പഠിച്ച കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ഒരു ഏറ്റവും മികച്ച കോഴ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ അവർക്ക് അറിയാം രാജ്യത്തെ ഏറ്റവും മികച്ച എൻട്രൻസ് തന്നെയാണ് ഇതിലേക്കുള്ള ഒരു എൻട്രി ആയിട്ട് വരുന്നത്. നീറ്റ് എൻട്രൻസ് എഴുതുകയും ആ എൻട്രൻസ് വഴി സ്റ്റേറ്റ് കോട്ടയിലെ 85% സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന നീറ്റിന്റെ സ്കോർ വഴിയാണ്. പക്ഷേ കേരള സ്റ്റേറ്റിലും അതുപോലെ മറ്റെല്ലാ സ്റ്റേറ്റിലും തന്നെ അവിടുത്തെ എൻട്രൻസ് കമ്മീഷൻ വഴി നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കയറാവുന്ന കീമാണ്, കേരളത്തിലെ കീമാണ്. കീമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ നീറ്റിന്റെ സ്കോർ അപ്ലോഡ് ചെയ്തിരിക്കണം. അപ്പം ആ രീതിയിൽ ആണ് ഇവിടെ അഡ്മിഷൻ വരുന്നത്. നമുക്കിപ്പം കേരളത്തിലെ BSc ഓണേഴ്സിന് 464 സീറ്റാണ് ഉള്ളത്. അപ്പൊ നോക്കണം, അത്രയും സീറ്റേ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നീറ്റ് എഴുതുന്ന കുട്ടികൾക്ക് കേരളത്തിൽ 5000 താഴെയും MBBS സീറ്റുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഈ പറയുന്ന ഇങ്ങനെ നമുക്ക് എണ്ണിയെടുക്കാവുന്ന സീറ്റുകളെ നമുക്കുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം. അപ്പൊ മിടുക്കരായ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ളതാണ് ഒരു വാസ്തവമായ കാര്യം. ഓക്കെ, അപ്പം ഈ കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ചെയ്യണം എന്ന് മാത്രമല്ല, കേരളത്തിലെ കീം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എൻട്രൻസിന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലേ? അപ്പൊ അതാണ് കേരളത്തിലേക്കുള്ള അഡ്മിഷൻ. ഇനി നമുക്ക് സംസാരിക്കേണ്ടത് കേരളത്തിന് വെളിയിൽ ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഏതൊക്കെയാണ്, അവിടേക്ക് എങ്ങനെ എത്താനായിട്ട് പറ്റും, ആ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാമോ? അപ്പൊ അഗ്രികൾച്ചർ കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു പിക്ചറാണ് നമ്മൾ എടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഓൾ ഇന്ത്യ തലത്തിൽ 500-ലധികം കോളേജുകൾ അഗ്രികൾച്ചർ പഠിക്കാൻ നമുക്ക് ലഭിക്കുമെങ്കിലും പ്രധാനമായും ഈ പറയുന്ന കോളേജുകളെ എല്ലാം അതിന്റെ അഫിലിയേഷൻ കൊടുക്കുന്ന ഒരു സെന്റർ അഗ്രികൾച്ചറിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളത് ഐക്കർ എന്ന് പറഞ്ഞ ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, അവരുടെ അഫിലിയേഷനോട് കൂടി പ്രവർത്തിക്കുന്ന കോളേജുകളാണ്. അപ്പൊ ആ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 15%, ഓൾ ഇന്ത്യ ലെവലിലുള്ള കോട്ട 15% സീറ്റുകൾ കേരളത്തിലും മറ്റു സ്റ്റേറ്റുകളിലും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഐക്കറിന്റെ എൻട്രൻസ് എഴുതണം. ഐക്കറിന്റെ എൻട്രൻസ് എഴുതുമ്പോൾ
ഇതിന് കഴിഞ്ഞ വർഷം വരെ ഐക്യർ തന്നെ നടത്തുന്ന എൻട്രൻസ് ആയിരുന്നു. ഓക്കെ. ഇപ്പൊ അത് മാറി ഉം. ഇപ്പം CUT വഴിയാണ്. ഓക്കെ. CUT-യിലേക്ക് അഫിലിയേറ്റഡ് ആയതിനാൽ ആ ഓക്കെ. എൻട്രൻസ് CUT-ക്ക് അപ്ലൈ ചെയ്യുകയും ഉം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകൾ ഡൊമൈനായിട്ട് എടുത്തിട്ട് ഐക്യർ യൂണിവേഴ്സിറ്റി ഓപ്ഷനും വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്താലേ ഓൾ ഇന്ത്യ ലെവലിലുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ അത് ഒരിക്കൽ കൂടി ഞാനൊന്ന് എടുത്തു പറയാം. കാരണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഈ അഗ്രികൾച്ചർ കോഴ്സുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ CUT എന്ന എൻട്രൻസ് എഴുതണം. അവിടെ യൂണിവേഴ്സിറ്റി ആയിട്ട് നിങ്ങൾ ഐക്യർ ഓപ്റ്റ് ചെയ്യുകയും വേണം, അല്ലേ? അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് വെക്കുകയും വേണം. അതാണ് സാറ് സൂചിപ്പിച്ചത്. സാറേ, ഈ മികച്ച സ്ഥാപനങ്ങൾ ഏതൊക്കെയായിരിക്കും അതും കൂടി ഒന്ന് സൂചിപ്പിക്കാമോ? മികച്ച സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലെ ഈ യൂണിവേഴ്സിറ്റി തലത്തിൽ പറയുമ്പം തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അതുപോലെ പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഈ 3 യൂണിവേഴ്സിറ്റികളും വളരെയേറെ പോപ്പുലറാണ്. ഈ ഈ ഈ യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾ കുട്ടികൾക്ക് ഏറെ പ്രോമിസിങ് ആണ് എന്നുള്ളതാണ്. ഇത് കൂടാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഏറെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ പലതും തന്നെ അതിൻ്റെ ഈ ഐക്യറിൻ്റെ അഫിലിയേഷനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ എൻട്രൻസ് സ്കോർ എടുക്കുന്നവർക്കുമാണ് അത്തരം നല്ല യൂണിവേഴ്സിറ്റി കിട്ടുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പഞ്ചാബിലുണ്ട്, അതേപോലെ അമൃത യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. അങ്ങനെ വിവിധങ്ങളായ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ നമുക്ക് അഗ്രികൾച്ചർ പഠിക്കാനുള്ള അവസരം ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. ഇനി സാറേ, ഇത് പഠിച്ചാലുള്ള ഓപ്പർച്യൂണിറ്റികൾ, ജോബ് ഓപ്പർച്യൂണിറ്റികൾ, അത് ഗവൺമെന്റ് തലത്തിൽ മാത്രമേ ഉള്ളൂ, പ്രൈവറ്റ് തലത്തിലുണ്ടോ? അങ്ങനെയെങ്കിൽ ഗവൺമെന്റ് തലത്തിലും പ്രൈവറ്റ് തലത്തിലുമൊക്കെ എന്തൊക്കെയാണ് അവസരങ്ങൾ, അതും കൂടി ഒന്ന് സൂചിപ്പിക്കാം. തീർച്ചയായിട്ടും അഗ്രികൾച്ചർ പഠിച്ചാൽ തീർച്ചയായിട്ടും കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഗവൺമെന്റ് സെക്ടറിലെ ഒരു ജോബ് തന്നെയാണ്. ഗവൺമെന്റ് സെക്ടറിലെ ജോബ് എന്ന് ഉദ്ദേശിക്കുന്നത് കൃഷി ഓഫീസർ, കാലങ്ങളായി ഫോക്കസ് കൊടുക്കുന്ന കൃഷി ഓഫീസർ ആകാനുള്ള ഒരു 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 ശ്രമമാണ്. എക്സ്റ്റൻഷൻ ഓഫീസർ, അതേപോലെ തന്നെ പ്രൊബേഷൻ ഓഫീസർ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള വിവിധങ്ങളായ ഗവൺമെന്റ് സെക്ടറിലെ അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്ക് വീണ്ടും അങ്ങോട്ട് പോകാനുള്ള ഒരു എൻട്രി ഓപ്പൺ ആവുന്നു. കൂടാതെ ഇത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് ബാങ്കുകൾ, കോർപ്പറേഷൻ സെക്ടറുകളിലൊക്കെ ആയിട്ട് ഇവർക്ക് ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. ഒപ്പത്തിനൊപ്പം ഇവർക്ക് ഇതിൻ്റെ മാസ്റ്റേഴ്സ് ചെയ്ത് തുടർന്ന് ഗവേഷണ മേഖലയിലോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ വലിയ സാധ്യതയാണ്. ശരിക്കും അഗ്രികൾച്ചർ പഠിക്കുന്ന കുട്ടികളിലെ ഒരു 20% ഈ റിസർച്ച് മേഖലയിലേക്ക് കടന്നു വരേണ്ടതാണ്. വന്നാൽ വളരെയേറെ ഇവിടെ തൊഴിലവസരങ്ങളുണ്ട്, ഉയർന്ന നിലയിൽ അവർക്ക് എത്താം. നമുക്കറിയാം, MBBS കഴിഞ്ഞ് ഡോക്ടറാവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അവർക്ക് ഡോക്ടർഷിപ്പ് ഈ അഗ്രികൾച്ചറിലൂടെ തന്നെ വിവിധങ്ങളെ സ്പെഷ്യലൈസേഷനിലൂടെ, ഫോർ എക്സാമ്പിൾ പ്ലാന്റുമായി ബന്ധപ്പെട്ട പ്ലാന്റ് പത്തോളജിയിൽ, അതുപോലെ തന്നെ സ്പൈസസുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ചിലേക്ക്, കൂടാതെ നമുക്ക് ഓരോ പ്രൊഡക്ട്സിനും ക്രോപ്സിനും ഇവിടെ ഗവേഷണം സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് കുരുമുളക് ഗവേഷണ കേന്ദ്രം കണ്ണൂർ പന്നിയൂരിലാണെങ്കിൽ, പൊട്ടാറ്റോ ഇവിടെ ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റിന്റെ ഗവേഷണ കേന്ദ്രം ഇരിക്കുന്നത് നമുക്കിവിടെ ഈ ട്രിവാൻഡ്രത്താണ് ഇത് ഇരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വിവിധ ഓരോ ക്രോപ്സിനും, ഇപ്പം നെല്ലിന്റെ ഗവേഷണ കേന്ദ്രം നമുക്കിവിടെ ഉണ്ട്, നെല്ല് ഗവേഷണ കേന്ദ്രമുണ്ട്, കുട്ടനാടുമായി ബന്ധപ്പെട്ടിട്ട് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ വിവിധ, അതുപോലെ തന്നെ നമുക്കിവിടെ കേരളത്തിൽ വിവിധ ഐക്യറിന്റെ തന്നെ സെന്ററുകൾ പലയിടത്തും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമുക്കിവിടെ ഇപ്പം നമ്മുടെ കുമരകത്ത് ഒരു സെന്റർ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഗവേഷണ സാധ്യതകളുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ വളരെയേറെ സാധ്യതകളുണ്ട്. പ്രത്യേകിച്ചും ബയോളജി പഠിച്ചിട്ട് ബയോടെക്നോളജി എടുക്കുന്ന കുട്ടികൾക്ക് അഗ്രികൾച്ചർ മേഖലയിൽ ഗവേഷണ സാധ്യതയുണ്ട്. ജനറ്റിക്സ്, പ്ലാന്റ് ജനറ്റിക്സിലോട്ട് വന്നു കഴിഞ്ഞാൽ സാധ്യത ഏറെയാണ്. ഇങ്ങനെ ഗവേഷണ മേഖലയിലേക്ക് കടന്നു വരാൻ മാത്രം നിങ്ങൾക്കൊരു അംബീഷൻ ഉണ്ട് എങ്കിൽ അഗ്രികൾച്ചർ ഒരു നല്ല മികച്ച മേഖലയാണ്. അനുബന്ധ മേഖലകളും ഒപ്പത്തിനൊപ്പം നിങ്ങൾക്ക് പ്രോമിസിങ് ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ. അപ്പോൾ സാറ് പറയാനായിട്ട് ശ്രമിച്ചത് ഈ ഗവൺമെന്റ് മേഖലയിലെ അവസരങ്ങൾ മാത്രം നോക്കാതെ ഈ ബാങ്കിങ് പോലെയുള്ള അവസരങ്ങൾ, പ്രത്യേകിച്ച് ഈ ബാങ്കിലൊക്കെ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് പോലെയുള്ള അവസരങ്ങൾ, അതിലൊക്കെ ഉപരി റിസർച്ച് എന്ന ഒരു വലിയ മേഖലയും കൂടെ
നിങ്ങൾ ഇവിടെ ഒന്ന് ഫോക്കസ് ചെയ്യണമെന്നാണ് സാറ് പറയാനായിട്ട് ശ്രമിച്ചത്. അപ്പം ഈ BSc അഗ്രികൾച്ചർ അല്ലെ BTech അഗ്രികൾച്ചർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഐസക് സാറ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കൺസൾട്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങളൊക്കെ മനസ്സിലാക്കണം. അത് അഗ്രികൾച്ചർ കോഴ്സ് മാത്രമല്ല, മറ്റ് കരിയർ അവസരങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സാറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. വാട്സാപ്പ് ചെയ്ത് സാറുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഏതായാലും ഇത്രയും അവസരങ്ങൾ ഈ അഗ്രികൾച്ചർ മേഖലയിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്ത ഐസക് സാറിനോടുള്ള നന്ദി അറിയിക്കട്ടെ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ. അപ്പം ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് ഈ അഗ്രികൾച്ചർ മേഖലയിലൊക്കെ പഠനം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ BSc +2 സയൻസ് ഒക്കെ കഴിഞ്ഞ് ഇനി എന്ത് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള കരിയർ അറിവുകൾ, തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.